ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള നന്നായിട്ട് കനം കുറഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക്, അപ്പോൾ സവാള കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ ഇതളുകളൊക്കെ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താലും മതിയാവും. കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ഇതുപോലെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അതും അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ മസാലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അമൃതം പൊടിയാണ്. അപ്പോൾ അമൃതം പൊടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങും ഉള്ളിലുള്ള ആ ഒരു വെള്ളം തന്നെ മതിയാവും ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നല്ല ടൈറ്റായിട്ടാണ് ബാറ്റർ വേണ്ടത്. ഇനി അഥവാ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ പൊക്കോടൊക്കെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ ചെറിയൊരു കനത്തിൽ മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. പ്രത്യേകിച്ചൊരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് കാണാനും ഭംഗി ഉണ്ടാവുക, നല്ല ടേസ്റ്റും ഉണ്ടാവുക. ഒരുപാട് കട്ടിയായിട്ട് ഒരുപാട് ടൈറ്റ് അങ്ങനെ ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടും. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അമൃതം പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അമൃതം പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ല നല്ല വീഡിയോസ്, എൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.